രണ്ടെണ്ണം അടിക്കുന്നവർക്ക് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ, എല്ലാവരും പോരെ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ്. ഗ്ലാസ്സിലെ നുരയും പ്ലേറ്റിലെ കറിയും അതിൻ്റെ ഒരു ക്യാച്ചി ഒരു പേരും കൂടെ ചേർത്തിട്ടാണ് തുടങ്ങിയത്. ആക്ച്വലി ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് അത് 30 ലക്ഷം ആൾക്കാരായി. മദ്യപിക്കുന്ന ചിത്രങ്ങൾ ഇടുന്നു, പിന്നെ ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടികളിലേക്ക് ഫ്രണ്ടിൽ വെച്ച് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കേസൊക്കെ ആയി. ഞാനും വൈഫും കുറേ നാൾ മാറിയൊക്കെ നിന്നു. 5 മാസം ഒളിവിലൊക്കെ ആയിപ്പോയി. പിന്നെ ആ ടൈമിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് ആ ജോലിയും നഷ്ടപ്പെട്ടു. നമ്മുടെ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ലേഡി ഒരു ബോട്ടിൽ വെച്ചിട്ട് ഞാനിപ്പോൾ 2 എണ്ണം കഴിച്ചു എന്ന് പറഞ്ഞൊരു പടം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മോശമായിട്ട് ഒരു കമൻറ്റ് പോലും വരില്ല. അത്ര ഡിസിപ്ലിൻഡാണ്. സത്യത്തിൽ ഞാൻ 2 എണ്ണം കഴിക്കുന്ന ആളാണ്, പക്ഷേ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല. അജിത്ത്, എങ്ങനെയാണ് ഇതിൻ്റെ മദ്യപാനത്തിൻ്റെ ഒരു ആനന്ദം ഇങ്ങനെ നിലനിർത്തുന്നത്? നമസ്കാരം. പിന്നെ ആക്ച്വലി 2003 മുതൽ ഈ നാടൻ ഭക്ഷണങ്ങൾ വലിയ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പുതിയ പുതിയ കടകൾ കണ്ടെത്തും. അവിടുന്ന് ഭക്ഷണം കഴിക്കും, അതിൻ്റെ ഒരു ചിത്രം ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കും. പിന്നെ ഓർക്കൂട്ടും ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അതിൽ സ്ഥിരമായിട്ട് പോസ്റ്റൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, ഫുഡ് കഴിക്കുന്നതും എൻ്റെ ഫോട്ടോ ഉൾപ്പെടെ തന്നെ. അപ്പോൾ ഒരു ദിവസം ഒരു 2017 ഞാൻ ആലോചിച്ചു, എല്ലാ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ നല്ല ബോട്ടിലാണെങ്കിലും വില കുറഞ്ഞ ബോട്ടിലാണെങ്കിലും ഒരു സെൽഫിയൊക്കെ എടുത്ത് വയ്ക്കും, അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കും. പക്ഷേ അത് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലാറ്റ്ഫോം എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ളൊരു ചിന്ത 2017. അപ്പോൾ അങ്ങനെ ഇതിന് മുന്നേ തന്നെ ഫുഡിൻ്റെ പല ഗ്രൂപ്പുകളും ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ കരുതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഇഷ്ടപ്പെടുന്ന മലയാളികളെ വലിയൊരു കൂട്ടായ്മ ആക്കാമെന്ന് കരുതിയിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഒരു 1000 ആൾക്കാർ പോലും വരില്ല. ചിലപ്പോൾ 5000 ആയിക്കഴിഞ്ഞാലും കുറേ ആൾക്കാർ അത് ഗ്രൂപ്പിൽ നിന്ന് ലെഫ്റ്റ് ആവും. ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊന്നും ഇല്ലല്ലോ, എപ്പോഴും ഫുഡിൻ്റെ കുറേ ചിത്രങ്ങൾ വരുന്നു എന്നുള്ളത്. അപ്പോൾ അത് പാളിപ്പോയി. അങ്ങനെ അത്രയും വലിയൊരു ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് ഉള്ള ആ ഒരു പദ്ധതി അവസാനം 2 എണ്ണം അടിക്കുന്നവർക്ക് നമുക്കൊരു ഗ്രൂപ്പ് തുടങ്ങിയാലോ, എല്ലാവരും പോരെ എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പാണ്. ഗ്ലാസ്സിലെ നുരയും പ്ലേറ്റിലെ കറിയും അതിൻ്റെ ഒരു ക്യാച്ചി ഒരു പേരും കൂടെ ചേർത്തിട്ടാണ് തുടങ്ങിയത്. ആക്ച്വലി ഞെട്ടിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 മാസം കൊണ്ട് അത് 30 ലക്ഷം ആൾക്കാരായി. എല്ലാവർക്കും വളരെ സന്തോഷം. പിന്നെ എല്ലാവരും മദ്യപിക്കുന്നത് തന്നെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഈവൻ ഈ 5 ലക്ഷം സ്ത്രീകളുള്ളതിൽ കുറച്ച് പേരെങ്കിലും ഗ്രൂപ്പിൽ നിരന്തരം പോസ്റ്റ് ചെയ്യാറുണ്ട്, ഇന്ന് ഈ ബോട്ടിലാണ് എന്നൊക്കെ ഉള്ളത്. ആക്ച്വലി ഒരു കണക്കിന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഗ്രൂപ്പിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 എണ്ണം അടിക്കണമെന്ന് തോന്നും. അങ്ങനെ 2018 ഒക്കെ ആയപ്പോൾ അത് ഗവൺമെൻറ്റിന് അത് ഒരു ഇതത്ര ശരിയല്ലല്ലോ ഈ പോക്ക്. ഇത്രയും സ്ത്രീകളൊക്കെ മുഖ്യധാരയിൽ ഇത്രയും വലിയൊരു ഗ്രൂപ്പിൽ വന്നിട്ട് മദ്യപിക്കുന്ന ചിത്രങ്ങൾ ഇടുന്നു, പിന്നെ ഫാമിലിയായിട്ട് ഇരിക്കുമ്പോൾ കൊച്ചുകുട്ടികളിലേക്ക് ഫ്രണ്ടിൽ വെച്ച് കുടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ കേസൊക്കെ ആയി. ഞാനും വൈഫും കുറേ നാൾ മാറിയൊക്കെ നിന്നു. 5 മാസം ഒളിവിലൊക്കെ ആയിപ്പോയി. പിന്നെ ആ ടൈമിൽ ഞാൻ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി. അപ്പോൾ അവിടെ നിന്ന് ആ ജോലിയും നഷ്ടപ്പെട്ടു. പക്ഷേ ഗ്രൂപ്പിൻ്റെ ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം, മതം, ജാതി ഇതിൻ്റെ കാര്യങ്ങളൊന്നും ചർച്ചയിൽ വരാൻ പാടില്ല എന്നുള്ളതായിരുന്നു നമ്മുടെ ഗ്രൂപ്പിൻ്റെ മെയിൻ. അതിൽ നമ്മളൊരു ക്ലോസ് ആയിട്ട് നമ്മൾ എഴുതി വച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്തുള്ള ഗ്രൂപ്പിലുള്ള ഒരാൾ പോലും മോശമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ ഒന്നും പറയാറുമില്ല. എല്ലാവർക്കും വളരെ സ്നേഹമാണ്. ഗ്രൂപ്പിൻ്റെ ലോഗോ ഏതാണ്ട് 10-12 ലക്ഷം വാഹനങ്ങളിൽ, വേൾഡ് വൈഡ് വാഹനങ്ങളിൽ ഒട്ടിച്ചിട്ടുണ്ട്. ആ ലോഗോ കണ്ടു കഴിഞ്ഞാൽ തന്നെ എല്ലാവരും ഒന്ന് കൈ കാണിച്ച് ചിരിച്ചിട്ട് പോകും. കാര്യം അത്രയ്ക്കും സ്നേഹമാണ്. എല്ലാവരും ഭയങ്കര ആത്മാർത്ഥമായിട്ട് എന്തെങ്കിലും ഒരു സഹായം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഇപ്പം ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷമല്ല കോവിഡ് ടൈമിൽ സൈബീരിയയിലെ ഒരു അമ്മയും ഒരു കൊച്ചു കൈക്കുഞ്ഞുമായിട്ട് ന്യൂസിലാൻഡിൽ പോകുന്ന സമയത്ത് വഴിക്ക് അവിടെ ഇറങ്ങേണ്ടി വന്നു. അവിടെ ഭക്ഷണവും കിട്ടാതെ അവർക്ക് അസുഖവും ബാധിച്ചു പോയി. എങ്ങനെയെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. സത്യത്തിൽ എന്ത് ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാലും അരമണിക്കൂറിന് മേളിൽ ടൈം എടുക്കാറില്ല. അതിന് മുന്നേ തന്നെ അവിടെ ആളെത്തും, ഹെൽപ്പ് ചെയ്തിരിക്കും. ഇപ്പോൾ കാനഡയിലാണെങ്കിലും ഓസ്ട്രേലിയയിലാണെങ്കിലും ഇപ്പോൾ എനിക്ക് താമസത്തിന് സൗകര്യമില്ല, ഞാനൊരു കാർ ഷെഡിലാണ് കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാഫ് ആൻ അവർ തീരുമാനം ഉടനെ ഉണ്ടാവും. എല്ലാവർക്കും വലിയ സ്നേഹമാണ്. അതാണ് ഈ ഗ്രൂപ്പിൻ്റെ ഒരു ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ത്രീകൾ ഇടുന്ന പോസ്റ്റിൻ്റെ അടിയിലായിരുന്നാലും വെളിയിലുള്ള ഗ്രൂപ്പുകളിൽ നോക്കിയാൽ മനസ്സിലാവും. എന്തെങ്കിലും മോശമായിട്ട് എന്തെങ്കിലുമൊക്കെ കമൻസ് വരും.
മലയാളികളറിയാമല്ലോ, കമൻ വാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികളെ പോയിട്ടേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഗ്രൂപ്പിൽ ഇതേപോലെ ഒരു ലേഡി ഒരു ബോട്ടിൽ വെച്ചിട്ട് ഞാനിപ്പോൾ 2 എണ്ണം കഴിച്ചു എന്ന് പറഞ്ഞൊരു പടം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ മോശമായിട്ട് ഒരു കമൻറ്റ് പോലും വരില്ല. അത്ര ഡിസിപ്ലിൻഡാണ്. സത്യത്തിൽ ഞാൻ 2 എണ്ണം കഴിക്കുന്ന ആളാണ്, പക്ഷേ പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല തീർച്ചയായിട്ടും. പക്ഷേ ഗ്രൂപ്പിനകത്ത് കയറിക്കഴിഞ്ഞാൽ വിവിധ ഇനം ബോട്ടിലും രീതികളും ഫുഡും നല്ല കളർഫുള്ളായിട്ടുള്ള ഡിഷസും ഒക്കെ കാണുമ്പോൾ ശരി ഇന്ന് 2 എണ്ണം അടിച്ച് കളയാമെന്ന് തോന്നും. അത് അത്ര നല്ലതല്ല.